ഇന്ത്യൻ നാവികസേനാ ദിനാഘോഷ പരിപാടി തിരുവനന്തപുരത്ത് ശംഖുമുഖത്ത് ഉടൻ ആരംഭിക്കും. രാഷ്ട്രപതി ദ്രൗപദി മുർമു സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. നാവികസേനാ ദിനത്തിന്റെ ഭാഗമായാണ് വിസ്മയ കാഴ്ചയൊരുങ്ങാൻ പോകുന്നത്. നിരവധി ആളുകളാണ് ഈ കാഴ്ച കാണാൻ വേണ്ടി അങ്ങോട്ടെത്തിയത്. രാഷ്ട്രപതിയാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. We now shift the tempo with Sound Barrier, a dynamic quick march composed by George J.A. This electrifying piece embodies speed, precision, and the thrill of breaking limits. സനൂപ് ചേരുന്നുണ്ട്. സനൂപ്, എന്തൊക്കെയാണ് ചടങ്ങുകൾ? ഇപ്പോൾ എന്താണ് നടക്കുന്നത്? ആരൊക്കെയാണ് പ്രധാനമായി പങ്കെടുക്കുന്നത്? ധന്യ, നാവികസേനാ ദിനത്തിന്റെ ആഘോഷമാണ് ഇപ്പോൾ തിരുവനന്തപുരം ശംഖുമുഖത്ത് നടക്കുന്നത്. ആദ്യമായിട്ടാണ് കേരളത്തിൽ നാവികസേനാ ദിനാഘോഷം നടക്കുന്നത്. പൊതുവെ 4-ാം തീയതിയാണ് ഈ പരിപാടി നടക്കുന്നതെങ്കിലും രാഷ്ട്രപതിയാണ് ഈ പരിപാടിയിൽ മുഖ്യ അതിഥിയായിട്ട് പങ്കെടുക്കുന്നത്. രാഷ്ട്രപതിയുടെ സൗകര്യാർത്ഥമാണ് ഇന്ന് 3-ാം തീയതി ഈ പരിപാടി നടക്കുന്നത്. 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ അന്ന് ഇന്ത്യയുടെ മിസൈൽ ബോട്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് പാകിസ്ഥാന്റെ കറാച്ചി തുറമുഖം അടിച്ചു തകർത്തിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ ഒരു ദിനം നാവികസേനാ ദിനമായിട്ട്
ആഘോഷമായിട്ട് എല്ലാ വർഷവും നാവികസേന ആഘോഷിക്കുന്നത്. അത് പൊതുവെ ഡൽഹിയിൽ വെച്ചാണ് ഈ പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ കഴിഞ്ഞ 2 വർഷവും അത് മറ്റ് സംസ്ഥാനങ്ങളിലാണ് നടന്നുകൊണ്ടിരുന്നത്. ഇത്തവണ കേരളത്തിൽ നടത്താനുള്ള ഭാഗ്യം ലഭിക്കുകയും ചെയ്തു. മുഖ്യാതിഥിയായിട്ട് എത്തുന്ന രാഷ്ട്രപതി ദ്രൗപദി മുർമു 4:16 കൂടി തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തി. ഗവർണർ, മുഖ്യമന്ത്രി, മറ്റ് വിശിഷ്ടാതിഥികൾ എന്നിവർ ചേർന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ സ്വീകരിച്ചു. ആ സമയത്ത് തന്നെ നാവികസേനയുടെ ഗാർഡ് ഓഫ് ഓണറും രാഷ്ട്രപതിക്ക് നൽകുകയുണ്ടായി. കടലിൽ ഇന്ത്യയുടെ ഏറ്റവും അഭിമാനമായിട്ടുള്ള ഡിസ്ട്രോയർ ക്ലാസ്സിലുള്ള INS കൊൽക്കത്ത യുദ്ധവിമാനം ഗൺ സല്യൂട്ടും നൽകുകയുണ്ടായി. ഇപ്പോ ഈ ശംഖുമുഖം തീരത്ത് നാവികസേനയുടെ ബാൻഡ് അവതരിപ്പിക്കുകയാണ്. അല്പസമയത്തിനകം 5:10 കൂടി രാഷ്ട്രപതി ഇവിടുത്തെ മുഖ്യവേദിയിലേക്ക് എത്തും. അതിനുശേഷമാണ് നാവികസേനയുടെ അഭ്യാസ പ്രകടനങ്ങൾ നടക്കുക. ഏറ്റവും കരുത്തുറ്റ 19 യുദ്ധക്കപ്പലുകൾ ഇവിടെ അണിനിരക്കും. ഇന്ത്യയുടെ അഭിമാനമായിട്ടുള്ള ആദ്യമായി ഇന്ത്യ തദ്ദേശമായി നിർമ്മിച്ച INS വിക്രാന്ത് ഉൾപ്പെടെയുള്ള നാവികസേനയുടെ യുദ്ധക്കപ്പലുകളാണ് ഇവിടെ അണിനിരക്കുന്നത്. 19 യുദ്ധക്കപ്പലുകൾ, അതേപോലെ 4 ഫാസ്റ്റ് ഇന്റർസെപ്റ്റർ ക്രാഫ്റ്റുകൾ, അതേപോലെ ഹെലികോപ്റ്ററുകൾ, ഒരു അന്തർവാഹിനി വിമാനങ്ങൾ, യുദ്ധവിമാനങ്ങൾ എന്നിവ ഈ അഭ്യാസ പ്രകടനത്തിൽ പങ്കെടുക്കും. ശക്തമായിട്ടുള്ള സുരക്ഷ ഒരുക്കിയിട്ടുണ്ട് ഇവിടെ. കാരണം ഈ പാർസൽ ലഭിച്ച അതിഥികളായിട്ട് എത്തിയിട്ടുള്ളവർക്ക് വേണ്ടി പ്രത്യേക പവലിയനുകൾ തയ്യാറാക്കിയിട്ടുണ്ട്. അതേപോലെ പൊതുജനങ്ങൾക്ക് ഈ പരിപാടി വീക്ഷിക്കുന്നതിന് വേണ്ടി മറ്റിടത്ത് സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. 50,000-ഓളം പേരെങ്കിലും ഈ ഒരു പരിപാടി കാണാൻ എത്തുമെന്നാണ് നാവികസേന. ശരി സനൂപ, ഇപ്പോൾ INS കൊൽക്കത്ത യുദ്ധക്കപ്പലും എത്തിയിട്ടുണ്ട്. ഗൺ സല്യൂട്ട് നൽകി INS കൊൽക്കത്ത. സനൂപാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇപ്പോൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു ചടങ്ങുകൾ നടക്കുന്ന സ്ഥലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യൻ നാവികസേനയുടെ വാർഷികാഘോഷമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരത്താണ് ഇത്തവണ ആഘോഷങ്ങൾ നടക്കുന്നത്. രാഷ്ട്രപതിയാണ് പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത്. തിരുവനന്തപുരത്ത് ശംഖുമുഖത്താണ് പരിപാടികൾ നടക്കുക. അല്പസമയത്തിനകം തന്നെ ഔദ്യോഗികമായിട്ടുള്ള പരിപാടികളിലേക്ക് കടക്കും.